കേരള പി എസ് സിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജില്ലാതല നിയമനങ്ങൾ, അതായത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള നിയമനങ്ങൾ നടക്കാറുണ്ടല്ലേ. ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വരാറുണ്ട്, അതുപോലെ ഇനി വരാൻ പോകുന്ന KSEB വർക്കർ പോസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അതൊക്കെ ജില്ലാതല നിയമനങ്ങളായിരിക്കും വരുന്നത് അല്ലേ, സ്റ്റേറ്റ് വൈഡ് അല്ലാണ്ട് ജില്ലാതല നിയമനങ്ങൾ. ഇത്തരം നിയമനങ്ങളിൽ ഇനി ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാണ്. കാരണം പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് ജോലി ലഭിക്കുന്ന ജില്ലകളിൽ പോയിട്ട് പരീക്ഷ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, അവരെന്ത് രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഒരു ട്രെൻഡ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വരുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് കോമ്പറ്റീഷൻ ഏറ്റവും കുറവുള്ള 3 ജില്ലകളാണ്. ഒന്ന് കാസർഗോഡും, അതേപോലെ തന്നെ വയനാടും, അതേപോലെ ഇടുക്കിയും. ഈ 3 ജില്ലകളിൽ പൊതുവെ PSC എക്സാംസുകളുടെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ കുറവാണ്. ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഇത്തരം ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവിടെ ജോലിയിൽ പ്രവേശിച്ച ശേഷം പിന്നീട് അവർ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് സ്വന്തം ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലേക്കോ പോകുന്നൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആവശ്യത്തിന് ജീവനക്കാർ വരാത്തത് കൊണ്ടാണ് PSC ഇങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റിലേക്ക് പോകാൻ കാരണം. അപ്പോൾ എന്താണ് PSCയുടെ ഈ ഒരു പുതിയ തീരുമാനം നമ്മൾ നോക്കുക. ജില്ലാതല നിയമനം കിട്ടിയാൽ 10 വർഷം ജില്ല മാറാനാവില്ല എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കി കഴിഞ്ഞാൽ, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിയമനം നേടുന്നവർക്ക് 10 വർഷത്തേക്ക് ജില്ലാ മാറ്റം അനുവദിക്കേണ്ട. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ റെസ്ട്രിക്ഷൻ ഉള്ളത് 10 വർഷത്തേക്കാണ്. മാത്രമല്ല ജനുവരി 22-നാണ് ഉദ്യോഗസ്ഥ പരിഷ്കാര കമ്മീഷൻ ട്രെയിനിങ് B വകുപ്പ് ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ജില്ലകളിൽ തദ്ദേശവാസികളായ ഉദ്യോഗാർത്ഥികൾക്കു കൂടുതലായി ജോലിക്ക് അവസരം ലഭിക്കാനാണ് ഉത്തരവിൽ സൂചനയുണ്ട്. അതായത് അതത് ജില്ലകളിൽപ്പെട്ട ആളുകൾക്ക്, ഇപ്പോൾ കാസർഗോഡ് ആണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക്, ഇടുക്കി ആണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി പറഞ്ഞിരിക്കുകയാണ്, ഇടുക്കി, വയനാട്, കാസർഗോഡ് പാക്കേജുകൾ നടപ്പാക്കാൻ ആവശ്യത്തിന് ജീവനക്കാരില്ല. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ പറഞ്ഞ പോലെ അവിടെ ജോലിയിൽ പ്രവേശിച്ച ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നുണ്ട്. അത് ഒഴിവാക്കാനാണ്. ഓക്കെ, ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തീരുമാനം. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ തെരഞ്ഞെടുത്ത PSC വഴി ജില്ലാതല നിയമനം നേടുന്നവർക്ക് 10 വർഷത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്, അതായത് ഡെപ്യൂട്ടേഷൻ, ട്രാൻസ്ഫർ, മ്യൂച്വൽ ട്രാൻസ്ഫർ എന്നിവ അനുവദിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ PSC വിജ്ഞാപനത്തിൽ തന്നെ ഇക്കാര്യം ഉൾപ്പെടുത്തും. അപ്പോൾ നിലവിൽ ആളുകൾ പേടിക്കൊന്നും വേണ്ട. നിലവിൽ നിങ്ങൾ ഏതെങ്കിലും എക്സാംസിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. അതായത് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് KSEB വർക്കറും അതേപോലെ തന്നെ വരാനിരിക്കുന്ന ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള അത്തരം ജില്ലാതല നിയമനങ്ങൾ PSC വിജ്ഞാപനത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തും. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ സമ്മതപത്രം എഴുതി വാങ്ങുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ജില്ലകൾക്ക് മുൻഗണന നൽകി ജില്ലാതല നിയമനം നേടുന്നവരുടെ സ്ഥാനക്കയറ്റം ഈ ജില്ലകളിൽ തന്നെ പരിമിതപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരം ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊമോഷൻ സാധ്യത വരുന്നുള്ളൂ. ജില്ലയിൽ തസ്തിക ഒഴിവ് ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് ഇത് നടപ്പിലാക്കുക. ഈ ജില്ലകൾക്ക് മുൻഗണന നൽകിയ നാട്ടുകാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസിയിലെ നിയമന സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകും. പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വഴി ഈ ജില്ലകളിൽ നിയമനം ലഭിക്കുന്നവർ അവധിയെടുത്ത് പോകുന്ന പ്രവണത അവസാനിപ്പിക്കാൻ അത്യാവശ്യ ആരോഗ്യ കാരണങ്ങളല്ലാതെ അവധി അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം. ഓക്കെ, ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റത്തിൽ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്നവർക്ക് അധിക പരിഗണന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാഗമായി ഈ 3 ജില്ലകളിൽ 1 വർഷ സർവീസിന് മറ്റു ജില്ലകളിൽ 2 വർഷ സർവീസിന് തുല്യമായി കണക്കാക്കുകയും നിർബന്ധിത സേവനത്തിനായി നിയമിക്കുന്ന എല്ലാ ജീവനക്കാർക്കും സ്ഥലമാറ്റങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന ജില്ലകളിലേക്ക് മുൻഗണന നൽകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. KSEB വർക്കറിനൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ KSEB വർക്കർ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ പല ആളുകളും ഈസി ആയിട്ടുള്ള ജില്ലകൾ നോക്കി സെലക്ട് ചെയ്തിട്ട് പിന്നീട് അവർക്ക് ട്രാൻസ്ഫർ കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വരും. കാരണം നമ്മളെ ലൈഫിൽ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. മാത്രമല്ല സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വന്തം നാട്ടിലുള്ളൊരു ജോലിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് റെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കും, ട്രാവലിംഗ് കൺവീനിയൻ്റ് ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസും എന്തായിരിക്കും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ ട്രാൻസ്ഫർ വാങ്ങി മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ജില്ലകളിൽ പോകുമ്പോൾ 10 വർഷം നിങ്ങൾ അവിടെ സർവീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത്തരം ജില്ലകളിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ KSEB വർക്കർ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഈ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ KSEB വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എൻട്രിയുടെ KSEB വർക്കർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ KSEB വർക്കർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.